ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സാധാരണയായിട്ട് കാണുന്ന ഒരു ചെടിയെ കുറ്റി പരിചയപ്പെടാൻ കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ചെടി. നിത്യകല്യാണി എന്നാണ് ഞങ്ങൾ പറയുന്നത്. നമ്മളെ നാട്ടിലൊക്കെ ഇതിന് നിത്യകല്യാണി എന്ന് പേരുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ ഒരുപാട് പേരിൽ ഈ ചെടി അറിയപ്പെടുന്നുണ്ട് കേട്ടോ. നിത്യകല്യാണി, ശവക്കോട്ടപ്പച്ച, ഉഷാമലരി, അങ്ങനെയൊക്കെ ഈ ഒരു ചെടി അറിയപ്പെടുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള പൂക്കൾ തിങ്ങി നിറഞ്ഞുണ്ടാവുന്ന ഒരു ചെടിയാട്ടോ ഈ നിത്യകല്യാണി എന്ന് പറയുന്ന ഈ ചെടി. ഇതിൻ്റെ ചെടീൻ്റെ കുറച്ച് തൈകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ എന്താ പല നിറത്തിലും ഇതിൻ്റെ പൂക്കൾ കാണപ്പെടുന്നുണ്ട് കേട്ടോ. റോസ് കളർ പൂവാണിത്. അതുപോലെ തന്നെ വെള്ള കളറിലുള്ള പൂവും കാണപ്പെടുന്നുണ്ട്. ആദ്യമൊക്കെ നമ്മളാണ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഈ ചെടി ആയതുകൊണ്ട് തന്നെ അലങ്കാരത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേങ്കിൽ ഈ അടുത്താണ് അറിഞ്ഞത് ഇത് വെറും ഒരു അലങ്കാരത്തിന് മാത്രമല്ല, ഒരു ചെടിയല്ല, ഇതൊരു ആയുർവേദ മെഡിസിൻ കൂടിയാണെന്നുള്ളത് കേട്ടോ. ഒരുപാട് ഔഷധ മൂല്യങ്ങളുള്ള ഒരു ചെടിയും കൂടിയാണിത്. വിഷസംഹാരിയായിട്ട് ഈ ഒരു ചെടി ഉപയോഗിക്കുന്നുണ്ട്. തേൾ വിഷത്തിന് ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ തലയിലെ പേന് പോവാൻ, അതുപോലൊക്കെ തന്നെ മറ്റൊരിതാണ് മുടി കറുപ്പിക്കാൻ ഉള്ള ഉപയോഗം. ഇതിൻ്റെ ഇലകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മുടി കറുപ്പിക്കാം. ഇതിലൊക്കെ ഉപരി സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ചെടി ഉപയോഗിക്കുന്നുണ്ടെന്നിട്ട് അറിവ്. മുഖത്ത് ഫേസ് പാക്ക് ആക്കിയിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ ഇലയും തണ്ടും നന്നായിട്ട് അരച്ച് അതിൻ്റെ നീരൊക്കെ മുഖത്ത് പുരട്ടാം. അതുകൊണ്ട് ഉണക്കി പൊടിച്ചിട്ട് ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് മൂല്യങ്ങളുള്ളതാണ് ഈ ചെടിയെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ വലിയ അറിവുമായി ഞാൻ ഇനിയും വരും. അപ്പോൾ അതുവരേക്കും ബായ്.